നമസ്കാരം. KK മീഡിയയുടെ ലൈഫ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. അതിരാണി അഥവാ കദളി എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. മെലാസ്റ്റോമാറ്റേസി കുടുംബത്തിൽപ്പെട്ട മെലാസ്റ്റോമ ജനുസിൽപ്പെട്ട ഒരിനം ചെടിയാണ് കദളി അഥവാ അതിരാണി. ഇതിൻ്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങൾ നോക്കാം. ഇതിൻ്റെ ശാസ്ത്രീയ നാമം മെലാസ്റ്റോമ മെലബാത്രിക്കം എന്നുള്ളതാണ്. ഇതിൻ്റെ വിത്തുകൾ കഴിക്കുകയാണെങ്കിൽ നാവിന് കറുത്ത നിറം വരും എന്നതിൽ നിന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഉത്ഭവിച്ചത്. മെലാസ്റ്റോമ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം ഇരുണ്ട വായ എന്നാണ്. മലയാളത്തിൽ ഇതിനെ അതിരാണി, കലതി എന്നൊക്കെ വിളിക്കാറുണ്ട്. നെടുമങ്ങാട്, വൈക്കം മുതലായ സ്ഥലങ്ങളിൽ ഇതിനെ കദളി എന്നും വിളിക്കാറുണ്ട്. മലബാറിൽ ഈ ചെടി അറിയപ്പെടുന്ന അതിരാണി എന്ന പേരിലാണ്. മധ്യ തിരുവിതാംകൂർ ഭാഗത്ത് കലമ്പൊട്ടി എന്നാണ് ഈ ചെടി അറിയപ്പെടുന്നത്. കലത്തിൻ്റെ ആകൃതിയുള്ള കായ്കൾ മൂക്കുമ്പോൾ അത് പൊട്ടിപ്പിളരുന്നതിനാലാണ് ഈ പേര് വന്നിട്ടുള്ളത്. തൊടുകാര എന്ന പേരുകളിലും ഇതറിയപ്പെടാറുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ മലബാർ മെലാസ്റ്റോം എന്നും ഇന്ത്യൻ റോഡോഡെൻഡ്രോൺ എന്നും ഇതിനെ കന്നഡ ഭാഷയിൽ ഇതിനെ അങ്കർക്കെ, നെക്കാരെ, കെങ്കറിക്കെ എന്നൊക്കെ വിളിക്കാറുണ്ട്. തെലുങ്ക് ഭാഷയിൽ ഇതിനെ നെക്കറി എന്നും നെക്കറി സെല്യ എന്നും പാത്തു എന്നൊക്കെയാണ് അറിയപ്പെടുക. തമിഴ് ഭാഷയിൽ ഇതിനെ കടലൈ എന്ന് വിളിക്കാറുണ്ട്. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. തെക്ക് കിഴക്കൻ ഏഷ്യയിലും മറ്റിടങ്ങളിലും ഇത് തോട്ടങ്ങൾ, നെൽവയലുകൾ എന്നിവിടങ്ങളിൽ വളരാറുണ്ട്. കേരളത്തിലിത് കിഴക്കൻ സഖ്യ നിരകളിൽ സുലഭമായി കണ്ടുവരാറുണ്ട്. കൂടാതെ കേരളത്തിൻ്റെ മിക്ക സ്ഥലങ്ങളിലും വെളിമ്പ്രദേശങ്ങളിൽ ഇത് സാധാരണ കാണപ്പെടാറുണ്ട്. ഇതിൻ്റെ പരിസ്ഥിതി മൂല്യത്തെ നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭമായ നാഗശലഭത്തിൻ്റെ ലാർവയുടെ ഭക്ഷണ സസ്യങ്ങളിൽ ഒന്നാണ് ഈ സസ്യം. അതുപോലെ തന്നെ പേഴാളൻ ചിത്രശലഭം മുട്ടയിടുന്ന ഒരു ചെടിയും ഇതുതന്നെയാണ്. ഇതിൻ്റെ രൂപവരണം നോക്കാം. 2 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന സസ്യമാണിത്. എല്ലാ കാലത്തും പുഷ്പിക്കും. ഒരു നിത്യഹരിത കുറ്റിച്ചെടിയാണ്. അറ്റം കൂർത്ത ദീർഘവൃത്താകൃതിയിലുള്ള ഇലകളാണ് പൊതുവെ ഉള്ളത്. എന്നാൽ ഇലകൾ ദീർഘവൃത്താകാരം മുതൽ കൂന്താകാരം വരെ കാണപ്പെടാറുണ്ട്. അവ സമൂഹമായിട്ടാണ് വിന്യസിച്ചിരിക്കുക. തണ്ടുകൾ രോമിലമാണ്. 5 ഇതളുകളുള്ള വയലറ്റ് പൂവുകളാണ് പൊതുവെ കദളിക്കുള്ളത്. എങ്കിലും മറ്റു നിറങ്ങളിലും ഇതിൻ്റെ പൂക്കളുണ്ടാകാറുണ്ട്. ഏകദേശം 1 തുടങ്ങി 5 വരെ പൂക്കളുള്ള ഒരു കുലയായിട്ടാണ് പൂക്കൾ ക്രമീകരിച്ചിട്ടുള്ളത്. കായ കാപ്സ്യൂൾ പോലെയുള്ളതാണ്. പൂവിന് താഴെയായുള്ള കദളി പഴം അഥവാ ഫലത്തിലാണ് ഇതിൻ്റെ വിത്തുകൾ ഉള്ളത്. ധാരാളം വിത്തുകൾ ഉണ്ടാകും ഒരു ഫലത്തിൽ. ഇനങ്ങളെ നോക്കാം. പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന അതിരാണികൾ ഉണ്ട്. ഇപ്പോൾ പൂന്തോട്ടത്തിൽ വെച്ച് പിടിപ്പിക്കാവുന്ന പൂക്കൾ കൂടുതലുണ്ടാകുന്ന ഹൈബ്രിഡ് ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ സസ്യത്തോട് സാമ്യമുള്ള ഒസ്ബെക്കിയ ജനുസിൽപ്പെട്ട ചിറ്റതിരാണി, അതുപോലെ തന്നെ കുഞ്ഞതിരാണി എന്നിവയൊക്കെ കേരളത്തിൽ കണ്ടുവരുന്നുണ്ട്. പൊതുഉപയോഗങ്ങളെ നോക്കാം. പൂന്തോട്ടത്തിൽ വെച്ച് പിടിപ്പിക്കാവുന്ന ഒരു അലങ്കാര സസ്യമാണിത്. ഇപ്പോഴിതിൻ്റെ ഹൈബ്രിഡ് ഇനങ്ങൾ നഴ്സറികളിൽ സുലഭമായിട്ട് കിട്ടുന്നതാണ്. വിശ്വാസവും ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. പൊതുവെ ഈ സസ്യം വളരുന്ന സ്ഥലത്ത് ഭൂഗർഭജലം ധാരാളം ഉണ്ടാകും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ പഴയ കാലങ്ങളിൽ കിണർ, കുളം എന്നിവ കുഴിക്കുമ്പോൾ ഈ സസ്യങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങൾ പൊതുവെ തിരഞ്ഞെടുക്കാറുണ്ട്. രാസഘടകങ്ങളെ നോക്കാം. ഇതിൻ്റെ തൊലിയിൽ എലാജിക് ആസിഡും അന്തോസയാനിനും, പഴങ്ങളിൽ ആന്തോസയാനിനും, അതുപോലെ തന്നെ വേരുകളിൽ ബീറ്റാസ്റ്റിറോസ്റ്റിറോളും, അതുപോലെ തന്നെ മെലാസ്റ്റോമിക് ആസിഡും ട്രൈറ്റൻ ടെർപ്പിനോയിഡും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇലകളിലും പൂക്കളിലും ഉർസോളിക് ആസിഡ്, ഹൈഡ്രോക്സിബെൻസോയിക് ആസിഡ്, ഗാലിക് ആസിഡ്, കെംഫ്രോൾ എന്നിവയും മറ്റ് പല ഘടകങ്ങളും അടങ്ങിയിട്ടുള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഔഷധ മൂല്യത്തെ നോക്കാം. ഇതിൻ്റെ ഔഷധ ഉള്ള ഭാഗം എന്ന് പറയുന്നത് പൂവ്, ഇല, സ്വരസം എന്നിവയൊക്കെയാണ്. വേര്, തൊലി ഇവയൊക്കെ ഉപയോഗിക്കാറുണ്ട്. ആയുർവേദത്തിൽ ഈ സസ്യം ഉപയോഗിച്ചുള്ള ചികിത്സകൾ അത്ര പ്രസിദ്ധമല്ലെങ്കിലും നാട്ടുമരുന്നുകളിൽ ഇത് ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. മലയ, ഇന്ത്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലെ നാടോടി മരുന്നുകളിൽ വയറിളക്കം, അതിസാരം, ലുക്കോറിയ, ഹെമറോയിഡുകൾ, മുറിവുകൾ, അണുബാധ, പല്ലുവേദന, വയറുവേദന എന്നിവയ്ക്കൊക്കെ ഈ സസ്യം ഉപയോഗിക്കാറുണ്ട്.
പരമ്പരാഗത ചൈനീസ് മെഡിസിനിൽ വയറിളക്കത്തിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഗുളികയിൽ ഈ സസ്യം പ്രയോജനപ്പെടുത്തുന്നു. 2011 മലേഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ നടന്ന റിസർച്ചിൽ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി വൈറൽ, ആൻറ്റി പരസിറ്റിക്, ആൻറ്റി ഒസിഡൻറ്റ്, ആൻറ്റി ഡയറിയൽ, വൂണ്ട് ഹീലിംഗ്, ആൻറ്റി അൾസർ, ആൻറ്റി വെനം, ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി പൈറൈറ്റിക് എന്നീ ഗുണങ്ങൾ ഈ സസ്യത്തിനുള്ളതായിട്ട് തെളിയിച്ചിട്ടുണ്ട്. ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. ഒന്ന്, ഉറുമ്പ് മുതലായ ക്ഷുദ്രജീവികൾ കടിച്ചതുകൊണ്ടോ വയറിന് പറ്റാത്ത ആഹാരം കഴിച്ചതുകൊണ്ടോ ഒക്കെ ശരീരം മുഴുവൻ വേദനയും ചൊറിച്ചിലും തടിപ്പും ഉണ്ടായാൽ ചെറുകടലാടി ഒരു പിടി, വെൺമുരിക്കിൻ്റെ ഇല ഒരു പിടി, അതിരാണിയുടെ വേരൊഴിവാക്കി മറ്റു ഭാഗങ്ങൾ ഒരു പിടി എന്നിവയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ വേദന ശമിക്കുന്നതാണ്. 2, അതിരാണിയുടെ പൂവ് പറിച്ച് പഞ്ചസാരയോ തെങ്ങിൻ ചക്കരയോ ചേർത്ത് സിറപ്പുണ്ടാക്കി കഴിച്ചാൽ പൈൽസും വെരിക്കോസും സുഖപ്പെടുന്നതാണ്. 3, അതിരാണിയുടെ കുറച്ച് പൂവ് പറിച്ചെടുത്ത് അനുയോജ്യമായ അളവിൽ വെള്ളം എടുത്ത് രണ്ടും ചേർത്ത് ചൂടാക്കി കുറുക്കി പിഴിഞ്ഞ് അരിച്ചെടുത്ത് വേണ്ടത്ര പഞ്ചസാര ചേർത്ത് വറ്റിച്ച് ആ സിറപ്പ് ദിവസം 2 നേരം ഓരോ ടീസ്പൂൺ വീതം കഴിച്ചാൽ കൂടിയ പൈൽസും ദിവസങ്ങൾക്കുള്ളിൽ മാറിക്കിട്ടും. പ്രമേഹമുള്ളവർ പഞ്ചസാരയ്ക്ക് പകരം തെങ്ങിൻ ചക്കര ഉപയോഗിച്ച് ഈ പരീക്ഷണം നടത്തുക. 4, അതിരാണിയുടെ ഇല ചതച്ച് മുറിവിൽ പിഴിഞ്ഞ് ചതച്ച് അരച്ച് വയ്ക്കുകയോ പിഴിഞ്ഞോ ഒഴിക്കുകയോ ചെയ്താൽ രക്തധാര നിൽക്കുകയും ഒപ്പം തന്നെ അതൊരു പെട്ടെന്ന് മുറിവ് ഉണവുകയും ചെയ്യും. ഇത് ആൻറ്റിസെപ്റ്റിക് കൂടിയാണ്. 5, സ്മോൾ പോക്സ് മൂലമുണ്ടാകുന്ന പാടുകൾ ഇല്ലാതെയാക്കാൻ ആയിട്ട് അതിരാണിയുടെ ഇല ചതച്ച് അതിൻ്റെ ചാറ് പുരട്ടി കഴിഞ്ഞാൽ കുറയുന്നതാണ്. 6, അതിരാണിയുടെ ഇലകൾ ഭക്ഷിക്കുന്നത് അതിസാരം, പൈൽസ് എന്നിവയിൽ വളരെ ഫലപ്രദമാണ്. 7, അതിരാണിയുടെ പൂവ്, വിത്ത്, ഇല എന്നിവ ചതച്ച് അത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളുടെ വെള്ളപ്പോക്കിന് വളരെ നല്ലതാണ്. 8, അതിരാണിയുടെ ഇലയും വേരും അല്ലെങ്കിൽ വേര് മാത്രമായോ കഷായം വെച്ച് പ്രസവാനന്തരം ഗർഭിണികൾക്ക് നൽകിക്കഴിഞ്ഞാൽ ഗർഭാശയ പേശികൾക്ക് നല്ല ബലം ഉണ്ടാകുന്നതായിരിക്കും. 9, അതിരാണിയുടെ ഇലയും പൂവും ചതച്ച് അതിൻ്റെ സ്വരസം ത്വക്ക് രോഗങ്ങൾക്ക് പൊതുവെ എല്ലാത്തിനും ഉപയോഗിക്കാവുന്നതാണ്. 10, അതിരാണിയുടെ ചെടി സമൂലം അരച്ച് ഭക്ഷിക്കുന്നത് ആർത്തവ പ്രശ്നങ്ങൾക്കും ആർത്തവകാലത്തെ വേദനയ്ക്കും ആർത്തവം നിലച്ചു കഴിഞ്ഞുള്ള രോഗങ്ങൾക്കും വെള്ളപ്പോക്കിനും വാചീകരണത്തിനും നല്ലതാണ്. കലയും സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥയിലെ നായകനായ ശ്രീധരൻ അതിരാണിപ്പാടത്തുകാരനാണ് എന്നാണ് അതിൻ്റെ അകത്ത് പറയുക. അത് ഈ അതിരാണിയുടെ ശ്രേഷ്ഠത കാണിക്കുന്ന ഒരു പ്രതീകം കൂടിയാണ്. നെല്ല് എന്ന സിനിമയിൽ വയലാർ രാമവർമ്മ എഴുതി സലിം ചൗധരി സംഗീതം നൽകി ലതാ മങ്കേഷ്കർ ആലപിച്ച കദളി കൺകദളി ചെങ്കദളി പൂവേണോ കവിളിൽ പൂമതമുള്ളൊരു പെൺപൂ വേണോ പൂക്കാര എന്ന ഗാനത്തിൽ വിവക്ഷിക്കുന്നത് അതിരാണിയാണെന്നാണ്. അതായത് കദളി എന്ന് പറയുന്ന ഈ അതിരാണി തന്നെയാണ് എന്നാണ് ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ആശംസിക്കുന്നു. ഇതിൽ പറഞ്ഞിട്ടുള്ള ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാനെന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ പറഞ്ഞിട്ടുള്ളത് അറിവിന് വേണ്ടി മാത്രമാണ്. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.